ഇത്ര സീരിയസ് ആയിട്ട് എങ്ങോട്ടാണ് ഡ്രൈവ് ചെയ്യുന്നതെന്നല്ലേ? യെസ് ഗൈസ്, വി ആർ ഗോയിങ് ടു ഗോവ. റെയിൽവേ സ്റ്റേഷനിൽ നേരത്തെ എത്തിയത് കൊണ്ടും കമ്പാർട്ട്മെൻറ്റിൽ വേറെ ആളൊന്നും ഇല്ലാത്തത് കൊണ്ടും ലഗേജൊക്കെ കൊണ്ട് സുരക്ഷിതമായി വെച്ചിട്ട് ഞങ്ങളൊരു ഫോട്ടോഷൂട്ടിന് ഇറങ്ങി. അങ്ങനെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. പണ്ടേ വിൻഡോ സീറ്റ് ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞാൻ വിൻഡോ സീറ്റ് തന്നെ തിരഞ്ഞെടുത്തു. കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും ചേച്ചിയും ഒത്ത് നാട്ടിലൊക്കെ പോകുന്നത് ആലോചിച്ച് ഒരേ ഇരിപ്പ്. ഇത് ചുങ്കടാപ്പി. ഞങ്ങളെ കാത്ത് തൃശ്ശൂർ വെയിറ്റ് ചെയ്യുകയാണ്. ഇതെൻ്റെ ഹസ് വിഷ്ണു. ഇത് ചുങ്കടാപ്പിയുടെ അച്ഛൻ ആനന്ദ്. ഇതാ ഈ പാവം പോലെ കിടക്കുന്നത് പാറുക്കുട്ടി. ഒന്നും അറിയാതെ സല്ലപിച്ചുകൊണ്ടിരിക്കുകയാണ് പാറുക്കുട്ടിയുടെ അച്ഛൻ ലാൽ ആൻഡ് ഡെറ്റി. അങ്ങനെ ചെറിയ ചെറിയ വിശേഷങ്ങളും തമാശകളും ഒക്കെ പങ്കുവച്ച് ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ തൃശ്ശൂർ എത്തിയപ്പോൾ ചുങ്കടാപ്പിയും ബിജിയും കൂടി ഞങ്ങളെ അക്കമ്പനി ചെയ്തു. അങ്ങനെ 3 അച്ഛന്മാരുടെയും കയ്യിലേക്ക് കുട്ടികളെ കൊടുത്ത് ഞങ്ങൾ 3 ലേഡീസും റെസ്റ്റ് ചെയ്യാൻ ആരംഭിച്ചു. ഞങ്ങളുടെ കുട്ടീസാണ് വളരെ എക്സൈറ്റഡ് ആയിരുന്നത്. കല്ലിന് ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ. ആൻഡ് ഫൈനലി വി റീച്ച്ഡ് ഗോവ. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പാക്കേജ് എടുത്തിരുന്നത് കൊണ്ട് തന്നെ കാറ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ. 3:30-ക്കാണ് ഞങ്ങൾ എത്തിയത്. ഡിം ലൈറ്റിൽ കണ്ടപ്പോൾ ഗോവൻ നഗരം മുഴുവൻ എനിക്ക് ട്രിവാൻഡ്രം സിറ്റി പോലെയാണ് തോന്നിയത്, എക്സെപ്റ്റ് ദിസ് ബ്യൂട്ടിഫുൾ ബ്രിഡ്ജ്. അങ്ങനെ 1.5 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ ഞങ്ങളുടെ റിസോർട്ടിൽ എത്തിപ്പെട്ടു. ഇതാണ് വില്ലേജ് റോയൽ. ലഗേജൊക്കെ എടുത്തു വെച്ച് ചെക്ക് ഇൻ ചെയ്യാനായി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. റിസപ്ഷൻ കിടിലമായിരുന്നു കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി പാക്കേജ് ആയതുകൊണ്ട് തന്നെ വളരെ ആഡംബരമൊന്നും പ്രതീക്ഷിക്കേണ്ട. അത്യാവശ്യം നല്ലൊരു റൂമായിരുന്നു. എടുത്തു പറയേണ്ടത് അവിടുത്തെ ബാൽക്കണിയാണ്. നല്ല സൂപ്പർ വ്യൂ, ഒരു സ്വിമ്മിംഗ് പൂൾ, ഫുഡ് കോർട്ട്, പിന്നെ അത്യാവശ്യം റിസോർട്ടിൻ്റെ പല ഭാഗങ്ങളും നമുക്കവിടെ ഇരുന്നാൽ കാണാം. ബാൽക്കണിയിലിരുന്നൊരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് ഞാൻ ആലോചിക്കുകയാണ് എങ്ങോട്ടേക്കാണോ എന്തോ യാത്ര. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ.